ഇന്ത്യ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ആരെയാണ്? മോഡി എന്ന് വെച്ചാൽ മോഡി അപ്പുറത്ത് ഭ്രാന്തനാണ്, മോഡി ഡബിൾ ഭ്രാന്തനാണ്. അങ്ങോട്ട് സാധനം വെച്ചാൽ അങ്ങനെ ചുട്ട് തിരിച്ചു കളയും. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ബഹുമാനം കിട്ടാൻ കാരണം നമ്മളാണ് ലോകത്തെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളൊന്നാണ്. അതിനുള്ള സാധ്യത ഇപ്പോൾ ഞാൻ കാണുന്നില്ല. കാരണം ഇതുണ്ടായി പിന്നോട്ട് പോകുന്നത് നമ്മളെ ഈ ആറ്റം ബോംബ് ഉണ്ടെന്ന് അവർക്ക് അറിയാം. കാരണം അമേരിക്ക ആദ്യം തകർക്കേണ്ട അവരെയാണ്. ഇന്ത്യ വേണമെന്ന് ബോംബ് കണ്ടുപിടിച്ചാൽ അമേരിക്ക മറ്റേ ബോംബ് അവിടെ കൊണ്ടുപോകും. അത് ഈ അമേരിക്കനെ വിശ്വസിക്കും. മൂന്നാം ലോക മഹായുദ്ധം വന്നാലേ എല്ലാം മറ്റേ സാധനം, പ്രത്യേകിച്ച് മോഡിനെ പോലുള്ള ഈഗോ ഉള്ള ആളുകളാണ് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മോഡി ആണെങ്കിലും ട്രംപ് ആണെങ്കിലും പിന്നെ ആരാണ് നെതന്യാഹുവാണ്, എല്ലാ ഈഗോയിസ്റ്റുകളാണ്. പിന്നെ പിണറായി വിജയനെ പോലെ ആക്കി കൊടുത്താൽ മതി. സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരത് യൂട്യൂബ് ചാനലിൻ്റെ വരാന്ത ടോക്സിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഫക്രുദ്ദീൻ അലി സാറുമായി. സർ നമസ്കാരം. സർ, നമ്മൾ ഒരുപാട് എന്താ പറയുക, ഭാരതത്തിനെ കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിയെക്കുറിച്ചൊക്കെ കുറച്ച് മുമ്പ് പറഞ്ഞു. ആ ഒരു വിവരണങ്ങളും ഞങ്ങൾ മതിയായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമുക്ക് ജിയോ പൊളിറ്റിക്സിലേക്ക് തന്നെ പോകാം. കാരണം സാറിൻ്റെ ഒരു കണ്ടെത്തലൊക്കെ ജനങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോഴത്തെ 2026 ഭാരതത്തിൻ്റെ സ്ഥിതി എന്താണെന്നൊന്ന് പറഞ്ഞു തുടങ്ങിയാലോ? സ്ഥിതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകം ഉറ്റുനോക്കുന്ന രാജ്യമാണ്. അല്ല, ലോകം ഉറ്റുനോക്കുന്ന രാജ്യമാണ്. ആ രീതിയിൽ നമ്മുടെ ഇമ്പോർട്ടൻസ് വർദ്ധിച്ചിട്ടുണ്ട്. രണ്ട് കാരണങ്ങളുണ്ട്. മുമ്പാണെങ്കിൽ 2 ബ്ലോക്സ് ഉണ്ടായിരുന്നു. USSRലെയും US-ന് 2 ബ്ലോക്സ് ഉണ്ടായിരുന്നു. നമ്മളതിൽ രണ്ടിൽ പെട്ടിരുന്നില്ല. രണ്ടിൽ പെടാത്ത മൂന്നാം ലോക രാജ്യങ്ങൾ അല്ലെങ്കിൽ ചേരിചേരാ രാജ്യങ്ങളുടെ ഒരു നേതാവ് എന്ന രീതിയിൽ നമുക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ വോയിസിനെ പോയി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ലോകം കേൾക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷെ അന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അത്ര ശക്തരായിരുന്നില്ല സാമ്പത്തികമായിട്ട്. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന രാജ്യമാണ്. ഇപ്പോഴും ഡിപ്പെൻഡൻസി ഉണ്ട് ഓയിലിൻ്റെ കാര്യത്തിലൊക്കെ. എങ്കിൽ പോലും പല കാര്യത്തിലും നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചു. മാത്രമല്ല അവന്മാർ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് നമുക്കിപ്പം മോഹൻലാൽ മമ്മൂട്ടി കത്തി നിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന പോലെ മനസ്സിലായി. അപ്പോൾ സുരേഷ് ഗോപി സ്വന്തമായി നീഷ് ഉണ്ടാക്കി വന്നതാണ്. അല്ല, മമ്മൂക്ക മുമ്പ് ചെയ്തിരുന്ന പോലീസ് വേഷങ്ങൾ അത് കുറച്ചുകൂടി വേറെ രീതിയിൽ ചെയ്ത് അതുകൊണ്ട് മമ്മൂക്ക രക്ഷപ്പെട്ടു. മമ്മൂക്ക അതിനുശേഷം പോയത് ഭൂതക്കണ്ണാടി പോലുള്ള സിനിമ. മനസ്സിലായി. സുരേഷ് ഗോപി എന്നുകൊണ്ട് രക്ഷപ്പെട്ട മമ്മൂക്കയാണ്. സുരേഷ് ഗോപിന് നീഷ് ഉണ്ടായി. അപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ഉള്ളപ്പം ജയറാമും ഉള്ളപ്പോൾ എന്താണ് ദിലീപിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, ദിലീപ് ടോം ആൻഡ് ജെറി കണ്ടു പഠിച്ചിട്ട് അതിലുള്ള സത്യം ബേസിക്കലി ദിലീപിൻ്റെ ആക്ഷൻ മൊത്തം ടോം ആൻഡ് ജെറിയാണ്. ആ തമാശകൾ പക്ഷേ ടോം ആൻഡ് ജെറി അന്ന് നമ്മളൊന്നും കണ്ടിട്ടില്ല. അമേരിക്കയിൽ അതിൻ്റെ കാസറ്റൊക്കെ കിട്ടുള്ളൂ. അന്ന് TV അങ്ങനെ ഒരു കേബിൾ TV റവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. അത് ദിലീപ് അവതരിച്ചപ്പോൾ നമുക്കൊരു പുതുമ തോന്നി. ദിലീപിൻ്റെ ഒരു കുത്ത കണ്ടു ടോം ആൻഡ് ജെറി. അതുപോലെ ഇങ്ങനെ കള്ളം കണ്ടുപിടിച്ച കാലുകൊണ്ട് ഇങ്ങനെ ഒക്കെ ജെറി കാണിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ഈ വലിയ ശക്തികളുടെ നമ്മളെ നീഷ് ഉണ്ടാക്കേണ്ടി വരും. അതിന് നമുക്ക് സമയം എടുക്കേണ്ടി വരും. അതിന് ജവഹർലാൽ നെഹ്റു ആണ് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ. വലിയ സ്ഥാപനം IIT പോലെയുള്ള, നമ്മളിപ്പോൾ IIT ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കയറ്റുമതി. അത് കഴിഞ്ഞിട്ട് വലിയ അണക്കെട്ടുകൾ ഉണ്ടാക്കി, ഗ്രീൻ റവല്യൂഷൻ ഉണ്ടാക്കി, ഭക്ഷണമാണ് ബേസ്. പിന്നെ പരമാവധി കോൺഫ്ലിക്റ്റ് നമ്മൾ മാറുന്നു. ചൈനയും പാകിസ്ഥാനൊക്കെ നമ്മളൊക്കെ ആക്രമിച്ചപ്പോൾ നമ്മൾ തിരിച്ചടിച്ചു എന്നല്ലാതെ നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടില്ല. അതേസമയം നമ്മൾ ഇൻ്റർനാഷണൽ ഇൻഡിപെൻഡൻസ് നമ്മളെ വോയിസ് കീപ്പ് ചെയ്യുകയും ചെയ്തു. അത് രാജീവ് ഗാന്ധിയുടെ സമയത്തെത്തിയ സമയത്ത് അത് പുതിയ ടെക്നോളജി ഈ IT റവല്യൂഷൻ അദ്ദേഹമാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ പതുക്കെയാണ് നമ്മൾ നിവിൻ പോളി വന്ന പോലെ സ്വന്തം വഴിവെട്ടി വന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ബഹുമാനം കിട്ടാൻ കാരണം നമ്മളാണ് ലോകത്തെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളൊന്നാണ്. അത് ഏൻഷ്യൻ്റ് സിവിലൈസേഷൻ അങ്ങനെ തന്നെ നിൽക്കുന്ന 2 രാജ്യങ്ങളെ ലോകത്തുള്ളൂ. ഒന്ന് ചൈനയാണ്, ഒന്ന് ഇന്ത്യയാണ്. ചൈന കമ്മ്യൂണിസം വന്നപ്പോൾ അത് വേറെ രീതിയിൽ മാറി. ഇന്ത്യയിൽ പക്ഷെ എപ്പോഴും മാറിയിട്ടില്ല. ആ ഒരു റെസ്പെക്റ്റൊക്കെ നമുക്ക് കളിച്ചത്. ശശി തരൂർ പറയുന്ന പോലെ നമ്മൾ ആസ് എ സോഫ്റ്റ് പവർ വി ആർ വെരി പവർഫുൾ. പക്ഷെ ഹാർഡ് പവറായിട്ട് വന്നിട്ടില്ലായിരുന്നു. ഇപ്പം നമ്മൾ സാമ്പത്തികമായിട്ട് ഹാർഡ് പവറായിട്ട് വരുന്നു. അതിന് കാരണം റഷ്യ ഇല്ലാതാവുന്നു. അമേരിക്കയുടെ ശക്തി, സാമ്പത്തിക ശക്തി മുമ്പത്തെ പോലെ ഇല്ല. ഈ ലോകത്തെ സാമ്പത്തികമായ ശക്തി മറ്റു പല രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ജപ്പാൻ ഇപ്പോൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടൻ, ചൈന അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ കയറി വന്നു. അപ്പോൾ അങ്ങനെ കയറി വന്ന സമയത്ത് നമ്മളൊരു ശക്തമായ സാമ്പത്തിക ശക്തിയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ യങ് പോപ്പുലേഷൻ ഉള്ള രാജ്യമായി, ചൈനയിലൊക്കെ പോപ്പുലേഷൻ ഡൗൺ ആണ് ആയി നമ്മൾ നിൽക്കുന്നു. മാത്രമല്ല സൈനികമായിട്ട് നമ്മൾ കുറേയൊക്കെ ഇൻഡിജിനസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങി. ടാക്റ്റിക്കലായിട്ടുള്ള നിലപാടുകൾ എടുത്തു തുടങ്ങി. പിന്നെ നമ്മൾ ഏറ്റവും വലിയ ശത്രുവായ പാകിസ്ഥാനെതിരെ അടിച്ചാൽ തിരിച്ചടിക്കുന്ന നിലപാട് നമ്മളെടുത്തു. അമേരിക്കയുമായിട്ട് ടാക്റ്റിക്കലായിട്ടൊരു ബന്ധം നമ്മൾ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ മുൻകാലഘട്ടത്തെക്കാട്ടും സാമ്പത്തികമായിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നാണ് ഞാൻ പറയുന്നത്. സൈനികമായിട്ട് ഇനിയും നമ്മൾ ഒരുപാട് പോകാണ്ട്, മൈൽസ് ടു ഗോ. അതിനൊരു ആറ്റം ബോംബ് കണ്ടുപിടിച്ചു, അത് വലിയ സംഭവമാണ്. ഈ ആറ്റം ബോംബ് ഇന്ദിരാഗാന്ധി രാജ്യത്ത് പരീക്ഷ നടത്തി. വാജ്പേയിയുടെ സമയത്ത് ബോംബുകൾ ഉണ്ടാക്കി. അപ്പോൾ ആറ്റം ബോംബ് ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ആറ്റം ബോംബ് ഉണ്ടെങ്കിൽ ഇറാനെ അമേരിക്ക ആക്രമിക്കില്ലായിരുന്നു.
എന്തുകൊണ്ടാണ് നോർത്ത് കൊറിയൻ ആക്രമിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇന്ത്യൻ പാകിസ്ഥാനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അമേരിക്ക ഇടയ്ക്ക് നിന്ന് കരയുന്നത്? കാരണം ഈ സാധനം കൈവിട്ട് അപ്പുറത്തെ ഭ്രാന്തന്മാരാണ് ഇരിക്കുന്നത്. മോഡി എന്ന് വെച്ചാൽ മോഡി അപ്പുറത്ത് ഭ്രാന്തനാണ്, മോഡി ഡബിൾ ഭ്രാന്തനാണ്. അങ്ങോട്ട് സാധനം അയച്ചാൽ അങ്ങനെ ചുട്ട് അരിച്ചു കളയും. മനസ്സിലായില്ലേ? ഇത് കൈവിട്ട് പോകുന്ന അവർക്കറിയാം. ഈ ആറ്റം ബോംബ് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിന് ബൗണ്ടറി ഒന്നുമില്ല. അപ്പോൾ ലോകത്തെ മൊത്തം ചുട്ടുകരിക്കാനുള്ള ആയുധങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലുണ്ട്, പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ ആറ്റം ബോംബ് കണ്ടുപിടിച്ചതോടുകൂടി നമ്മൾ വോയിസിന് പിന്നെയും ഇമ്പോർട്ടൻസ് തന്നു. അപ്പം ഇതാണ് അതിൻ്റെ പോസിറ്റീവ്. ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഇൻ്റർനാഷണലി മറ്റും നമ്മൾ പീസ് കീപ്പിംഗ് വോയിസിനൊക്കെ ആഫ്രിക്കയിലൊക്കെ അയക്കുമെന്നല്ലാതെ നമ്മൾ ആരുടെ വിഷയങ്ങൾക്ക് ഇടപെടുക, നമ്മൾ ഈ പറയുന്നതിൻ്റെ അതിൽ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ ശത്രുക്കളെ വേട്ടയാടാനൊന്നും പോകാറില്ലായിരുന്നു. കാരണം ഈ ഇവന്മാരൊക്കെ വേറെ രാജ്യത്തെ പൗരന്മാരായിരിക്കും. അവിടെ പോയി നമ്മൾ അവന്മാരെ വെടിവെച്ച് വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ദേശീയ താല്പര്യങ്ങളിൽ അത് നെഗറ്റീവായിട്ട് പറയും. പക്ഷേ ഇപ്പം നമ്മളത് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന അജ്ഞാതൻ്റെ ഇന്ത്യയുടെ ശത്രുക്കൾ അജ്ഞാതൻ്റെ വെടികൊണ്ട് വരും. സ്വാഭാവികമായിട്ടും കാനഡയും അമേരിക്കയൊക്കെ അക്കാര്യത്തിൽ ഒഫൻഡാണ്. ഇവന്മാർ തലപൊക്കി തുടങ്ങി. അതാണ് ഇടയ്ക്ക് അമേരിക്ക പറഞ്ഞത് ഇന്ത്യനെ പേടിക്കണം, കാരണം ഇത് സോവിയറ്റ് റഷ്യ പോലെയാണ്. സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡേഞ്ചർ സോണിലുമാണ്. അമേരിക്കയുടെ മെയിൻ മോഡിനെ കാണുമ്പോൾ അങ്ങനെ മൈ ഫ്രണ്ട് എന്നൊക്കെ വിളിക്കെങ്കിൽ പോലും അമേരിക്കയുടെ മെയിൻ ഫോക്കസിലേക്ക് ഇപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്. രണ്ട് അമേരിക്ക കയറ്റി അയച്ചുകൊണ്ട് ഇവാഞ്ചലിസത്തെ മോഡി തടഞ്ഞിട്ടുണ്ട്. പിന്നെ ഫണ്ട് കർട്ടേൽ ചെയ്തു, അതിലെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതും അമേരിക്കയ്ക്ക് ഒരു പ്രശ്നമാണ്. നമ്മളെ ഫ്രണ്ടായി നിൽക്കുമ്പോൾ നമുക്കിട്ട് പണിയുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ അലക്കുളത്ത് രാജ്യമായിട്ട് പാകിസ്ഥാനായിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് പാകിസ്ഥാൻ ഇഷ്ടം പോലെ സാമ്പത്തിക സഹായം നൽകുന്നു. ഇപ്പോൾ ഇറാൻ ടോക്കിൽ തന്നെ പാകിസ്ഥാനാണ് ബോധവുമാണ് പാകിസ്ഥാനെ ഫോർഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത്, പാകിസ്ഥാൻ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ മുമ്പത്തെക്കാട്ടും നമ്മൾ ഡേഞ്ചർ സോണിലാണ്. നമ്മൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ആരെയാണ്? അമേരിക്ക തന്നെയാണ്. സാമാജിക ശക്തികൾ എപ്പോഴും RSS പോലെയാണ്. CPM RSS നമ്മൾ വ്യത്യാസമുണ്ട്. CPM-മാർ 20 വർഷത്തെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യും. 2 വർഷം കഴിയുമ്പോഴേക്ക് അവരുടെ പരിപാടി വന്ന് പുതിയ പരിപാടി കൊണ്ടുപോകും. RSS എന്ത് ചെയ്യും? 50 വർഷത്തെ പ്ലാൻ ചെയ്യും. എന്തിനാണ് 100 വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻ നടത്തും. അതുകൊണ്ടാണ് RSS BJP ഇന്ത്യയിലെ നമ്പർ 1 പാർട്ടി ആയിരുന്നു. CPM-മാർ കേരളത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോയത്. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ ഈ RSS പോലെയാണ് അമേരിക്ക. സാമാജിക ശക്തികൾ എപ്പോഴും അങ്ങനെയാണ്. അവർക്ക് ഒരു 10-30 വർഷത്തെ പ്ലാൻ അവർക്ക് കൃത്യമായിട്ടുണ്ട്. അതിൽ ഒരു 50 വർഷത്തെ പ്ലാൻ വളരെ വ്യക്തത അവർക്കുണ്ട്. അതിനനുസരിച്ച് അവർ ഓപ്പറേറ്റ് ചെയ്യാറ്, പ്രയോറിറ്റി അനുസരിച്ച്. അപ്പോൾ എന്തായാലും ഇന്ത്യക്ക് ഏറ്റവും വലിയ ശത്രു എന്ന് നമ്മൾ ജനങ്ങൾ തന്നെ കരുതുന്നത് പാകിസ്ഥാൻ. ഇനി ഞാൻ ചോദിക്കട്ടെ, തൊട്ടപ്പുറത്ത് ചൈനയുണ്ട്. ചൈന എക്കാലത്തും പേടിക്കണം. പക്ഷെ ചൈനയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങളോ മറ്റുള്ള ഒരു കാര്യങ്ങളും അവരെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ചട്ടക്കൂട്ടിലാണ് ചൈന എന്ന് പറയുന്നത്. അത് ആ രാജ്യത്തെ ഏറ്റവും കൂടുതൽ രക്ഷിക്കുകയല്ലോ ചെയ്യുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ചൈന ഇന്ത്യ ഒരേ സമയം തന്നെയാണ് സ്വാതന്ത്ര്യം നേടിയതാണ്. ചൈനയിൽ പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു നേതാവും ഒരു ഭരണകൂടവും ഉണ്ടായിരുന്നു. അവിടെ ഈ ജനാധിപത്യമൊന്നുമില്ല, അഭിപ്രായമില്ല. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം ശത്രുക്കളെ മൊത്തം ഇല്ലാതാക്കി. അവിടുത്തെ അവസാനത്തെ രാജാവായിരുന്നു പൂയി എന്നൊക്കെ പറയുന്ന പയ്യൻ. അവനെ പിടിച്ച് അവസാനം ജയിലിട്ട് അവസാനം ഗാർഡനറായിട്ടാണ് അവൻ ജീവിച്ചത്. അവൻ്റെ ഒരു ഭാര്യനെ പിന്നെ ഒരു ഫ്രഞ്ചുകാരൻ അടിച്ചുകൊണ്ട് പോയി, വേറൊരു ഭാര്യയെ ഭ്രാന്തം മരിച്ചു പോയി. അങ്ങനെ സംഭവം. ഒരു ലാസ്റ്റ് സംഭവം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഉണ്ട്, അവിടെ അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിസം വന്നു. ദാരിദ്ര്യത്തെ ദേശസാൽക്കരിച്ചു. അതായത് കോളേജ് ഉദ്യോഗസ്ഥന്മാരൊക്കെ കോളേജ് അധ്യാപകരെയും ഈ ജേർണലിസ്റ്റുകളൊക്കെ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ സമയത്ത് നേരെ പിടിച്ച് തുർക്ക്മെനിസ്ഥാൻ സൈഡിലുള്ള അവരുടെ 3rd റേഞ്ച് എന്ന് പറയുന്ന മേഖലയുണ്ട്, അങ്ങോട്ട് വിട്ടു. അവിടെയുള്ള ആളുകളെ കൊണ്ട് നേരത്തെ താമസിപ്പിച്ചു. എന്നിട്ട് ഈ തുർക്ക്മെനിസ്ഥാൻ സൈഡിൽ പോയ എക്സ്പേർട്ടുകളാണ് ഇന്ന് അവരുടെ ശക്തിയായി നിൽക്കുന്നത്. കാരണം ആ സൈഡിലാണ് ആറ്റം ബോംബ് വീണാലും പൊട്ടാത്ത ഇൻഡസ്ട്രീസ് ഉണ്ട്. അതൊക്കെ ഈ മലയിടുക്കുകളാണ്. അവർ 3 റേഞ്ചുകളുണ്ട്. ഫസ്റ്റ് റേഞ്ച് അല്ല 3 ഫണ്ടുകൾ, ഫസ്റ്റ് ഫണ്ട്, സെക്കൻഡ് ഫണ്ട്, തേർഡ് ഫണ്ട്. ഈ തേർഡ് ഫണ്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും, നമുക്കങ്ങനെ സംഭവമില്ല. അതവർ അന്നുണ്ടാക്കിയത്. പക്ഷേ ദാരിദ്ര്യമായിരുന്നു. അത് കഴിഞ്ഞ് ഡെൻ സിയാപിങ്ങിൻ്റെ സമയത്ത് വന്നപ്പോൾ അവർ ക്യാപിറ്റലിസ്റ്റിൽ ഷിഫ്റ്റ് ചെയ്തു. നമ്മളിവിടെ സെസ്സിനെ പറ്റി ഇപ്പോഴാണ് പറയുന്നത്, തുടങ്ങിയിട്ടുള്ളൂ. അന്ന് സെസ് തുടങ്ങി. അങ്ങനെ 90s നമ്മുടെ വീട്ടിൽ എത്തി ഗൾഫുകാരുണ്ട്. അഖായ് TV മെയ്ഡ് ഇൻ ചൈനയായിരുന്നു. ജാപ്പനീസ് കമ്പനിയായിരുന്നു, പക്ഷെ മെയ്ഡ് ഇൻ ചൈനയായിരുന്നു, അല്ലെ മെയ്ഡ് ഇൻ തായ്വാനാണ്. അപ്പോൾ ആ രീതിയിൽ അവർ ഒരുപാട് നമ്മളെപ്പോലെ ഇത്തിരി ബ്ലഡ് ഷെഡിലൂടെ ഒന്നും കടന്നു പോയിട്ടില്ല. അല്ല, ബ്ലഡ് ഷെഡൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷേ അത് പുറലോകം അറിഞ്ഞിട്ടില്ല. ഒരു രാജാവിൻ്റെ ഒരു ഭരണാധികാരിയുടെ അണ്ടറിൽ ശക്തമായൊരു സൈന്യത്തിനുള്ളത് അവർ മുന്നോട്ട് പോയി. നമ്മളെ സമയം 100 അഭിപ്രായമായതുകൊണ്ട് നമുക്കങ്ങനെ പോകാൻ പറ്റിയില്ല. അവരുടെ പോപ്പുലേഷൻ ഒരുപോലെയാണ്, ഭൂപ്രകൃതി ഏതാണ്ട് ഒരുപോലെയാണ്.
അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. പിന്നെ അവരെ നമ്മളൊരു പരിധി കൂടുതൽ പേടിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അവരുടെ കാര്യങ്ങളേ ഉള്ളൂ, അവർക്ക് അവരുടെ സേഫ്. അതാണല്ലേ നമ്മൾ ഒരു അടിക്ക് വരാത്തത്. ഗാൽവനിലൊന്നും അടിച്ചപ്പോൾ നമ്മൾ തിരിച്ചടിച്ചപ്പോൾ നമ്മളെക്കാട്ടും നഷ്ടം അവർക്ക് മനസ്സിലായി. കാരണം അമേരിക്ക ആദ്യം തകർക്കേണ്ട അവരെയാണ്. ഇപ്പോൾ രണ്ടാമത് സാമ്പത്തിക ശക്തി അവരാണ്. സൈനിക റഷ്യ ആയിരിക്കും, സാമ്പത്തിക അവരാണ്. അപ്പം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവരുടെ കാര്യം നോക്കി. പക്ഷെ അവർക്ക് ആകപ്പാടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഏതെല്ലാം രാജ്യങ്ങളാണ് അവർക്ക് അതിർത്തി പ്രശ്നം ഉണ്ടായത് അവരുടെ ടേംസിനനുസരിച്ച് അവർ തീർക്കുള്ളൂ. ഇവൻ റഷ്യയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റഷ്യയായിട്ട് അവർക്ക് യുദ്ധം ഉണ്ടായിരുന്നു. സോവിയറ്റ് റഷ്യയായിട്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു. റഷ്യയാണ് തോറ്റുകൊടുത്തത്. ഇന്ത്യ മാത്രമാണ് അങ്ങനെ വിട്ടുകൊടുക്കാത്തത്. അതുകൊണ്ട് അവരും നമ്മളൊരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ലിമിറ്റഡ് ഭാഗമായിരിക്കും. അത് ആ ഏരിയയിൽ കേന്ദ്രീകരിച്ചുള്ളൂ. അതിനുള്ള സാധ്യത ഇപ്പം ഞാൻ കാണുന്നില്ല. കാരണം യുദ്ധം ഉണ്ടായാൽ പിന്നോട്ട് പോകുന്നത് നമ്മളെ കയ്യിൽ ആറ്റം ബോംബ് ഉണ്ടെന്ന് അവർക്കറിയാം. ചെറിയ സംഘർഷങ്ങളാണ്. ചൈന നമുക്കൊരു തെറ്റല്ല, അവരുടെ കാര്യം നോക്കി നടക്കുന്ന രാജ്യമാണ്. പാകിസ്ഥാൻ തെറ്റാണ്. പാകിസ്ഥാൻ അമേരിക്ക ഇമ്പീരിയലിസത്തിൻ്റെ സൃഷ്ടിയാണ്. പാകിസ്ഥാൻ തന്നെ ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിൻ്റെ സൃഷ്ടിയാണ്. മനസ്സിലായല്ലോ? ഇപ്പോൾ അത് അമേരിക്കൻ ഇമ്പീരിയലിസത്തിൻ്റെ സൃഷ്ടിയാണ്. അതെന്തിനാ ഇന്ത്യനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച സംഭവം. എന്തിനാണ് ഇസ്രായേൽ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായത്? ജൂതന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് ലോകത്ത് എവിടെയെങ്കിലും രാജ്യം മതി. ഉഗാണ്ട സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു, അർജന്റീന സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ തന്നെ കൊണ്ടുവച്ചിട്ട് അന്നത്തെ ഓയിൽ കണ്ടുപിടിച്ചു, അവികളെ നെഞ്ചത്ത് കൊണ്ടിച്ച് ഇത് കുത്തി ഇറക്കി വെച്ചു. അത് വെച്ചുകൊണ്ടാണ് ആ മേഖലയെ മൊത്തം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ എന്തെങ്കിലും ഉയർന്നാൽ അടി വരാൻ വേണ്ടി പാകിസ്ഥാൻ അവരുണ്ടാക്കി വെച്ചത്. അതുകൊണ്ടാണ് ലോകത്ത് എവിടെ മുസ്ലിം രാജ്യം അണുബോംബ് ഉണ്ടാക്കാൻ നോക്കിയാൽ ഇവർ ബോംബിടുമല്ലോ. എന്തുകൊണ്ടാണ് പാകിസ്ഥാന് ബോംബിടാൻ തരുന്നത്? പാകിസ്ഥാൻ ബോംബിടുന്നത് അവർക്കറിയാലോ. പാകിസ്ഥാൻ ബോംബുണ്ടാക്കുന്നുണ്ട് അവർക്കറിയാം. ഈ പറയുന്ന AQ ഖാനൊക്കെ തന്നെ ഫ്രാൻസിലൊക്കെയാണ് പഠിച്ചിട്ട് വന്നിട്ടുള്ളത്, പ്രാക്ടീസ് ചെയ്തത്. മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഇവർ ഉണ്ടാക്കാൻ നോക്കിയാണ്. അന്ന് നമ്മുടെ ഡോവലിൻ്റെ ഗുരുണ്ട് കാം, അദ്ദേഹം ഓയുടെ ചീഫ്, അദ്ദേഹമാണ് സപ്പോർട്ടേഴ്സ് ചെയ്തത്. അന്ന് വേണമെങ്കിൽ അത് തീർക്കാമായിരുന്നു. അത് പക്ഷേ മൊറാർജി സോഷ്യലിസ്റ്റുകാർക്ക് കുറച്ച് അയൽക്കാരുടെ സ്നേഹം കൂടുതലാണ്. അത് മൊറാർജി ദേശായിയാണ് അന്ന് കളിച്ചത്. ഇന്ദിരാഗാന്ധി സപ്പോർട്ട് കൊടുത്തിരുന്നു. അല്ലെങ്കിൽ അന്ന് അവന്മാരെ പണി തീർക്കാമായിരുന്നു, കാമെന്ന് തീർക്കാമായിരുന്നു. പക്ഷെ അന്ന് നിന്ന് സ്റ്റാൾ ചെയ്തു. അതായത് നമ്മൾ പൊട്ടിച്ചപ്പോൾ ഇവർ പൊട്ടിക്കുന്ന അമേരിക്കക്ക് അറിയാം. ഇസ്രായേൽ റെഡിയായിരുന്നു ബോംബ് ചെയ്യാൻ. പക്ഷെ അവർക്ക് നേരിട്ട് ഇവിടെ വന്ന് എയർ ഫ്യൂവൽ ഇത് ചെയ്യണം, റീഫ്യൂൽ ചെയ്യണം. അതിൻ്റെ സൗകര്യം നമ്മൾ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ കൊടുക്കില്ല. കാരണം അത് നമ്മുടെ ഒന്ന് ഇവിടുത്തെ പ്രതിപക്ഷം പ്രശ്നം ഉണ്ടാക്കും, രണ്ട് ഈ പറയുന്ന അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനം എന്നൊക്കെ പറഞ്ഞ് പ്രോബ്ലം ആവുന്നു. അവർ ചെയ്തിട്ടില്ല. പക്ഷേ അമേരിക്കയ്ക്ക് ചെയ്യാമായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഇന്ത്യയുടെ കയ്യിൽ ആറ്റം ബോംബുണ്ട്, എന്നാൽ പാകിസ്ഥാൻ്റെ കയ്യിൽ ആറ്റം ബോംബ് വേണം. അതുകൊണ്ട് ഇന്ത്യക്കെതിരെ ഭീഷണിയായിട്ട് എന്നും അവരെ നിലനിർത്തണം. അപ്പോൾ ഇന്ത്യക്കെതിരെ ഭീഷണിയായിട്ട് ഇന്ത്യ തലമൊക്കെ അടിക്കണം. ഇപ്പം തന്നെ നോക്കൂ, നമ്മൾ ചൈനയുടെ കാര്യത്തില്ല, ചൈനയായിട്ടൊരു വാർഫിന് നമ്മൾ അടുത്താണ് ഓപ്പൺ ചെയ്തത്. ടു വാർ തിയേറ്റേഴ്സ് അടുത്താണ് മോഡി വന്നപ്പോൾ. അതിൻ്റെ മുമ്പ് നമ്മുടെ മെയിൻ വാർ തിയേറ്റർ പാകിസ്ഥാനുമായിട്ടാണ്. അപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റിൻ്റെ പ്രോബ്ലം എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ രംഗത്തും എല്ലാം നമ്മൾ ചിലവഴിക്കേണ്ട വലിയ തുകയാണ് നമ്മൾ ഈ ആംസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് ഗുണം കിട്ടുന്ന ആൾക്ക് അമേരിക്കൻ കമ്പനികൾക്കാണ്, സോക്കോൾഡ് ഇല്ലുമിനാറ്റിക്കാണ്. അതായത് അമേരിക്കയിലെ ഇൻഡസ്ട്രിയൽ മിലിറ്ററി കോംപ്ലക്സിനാണ് അതിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അവരും മേടിക്കും, നമ്മളും മേടിക്കും. അവർക്ക് അമേരിക്ക സബ്സിഡി കൊടുക്കും, അവർക്ക് അമേരിക്ക പൈസ കൊടുക്കും, അത് ഉപയോഗിച്ച് അവർ മേടിക്കും. തീവ്രവാദത്തെ അടിച്ചമർത്താൻ വേണ്ടി പൈസ കൊടുക്കും, അത് ഉപയോഗിച്ച് അവർ തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യും. അതിൽ ദിവസം ഉപയോഗിച്ച് അവർ കാശ് ഉപയോഗിച്ച് അമേരിക്കൻ ആയുധങ്ങൾ മേടിക്കും. ഇന്ത്യ സ്വന്തം കാശിനാണ് ഈ സപ്പോർട്ട് അമേരിക്കൻ ഇന്ത്യക്ക് കിട്ടുന്നില്ല. രണ്ട്, നമ്മളൊന്ന് തലവെക്കുന്നത് പാകിസ്ഥാനെ കൊണ്ട് നമ്മൾ അടുപ്പിക്കാം. അതുകൊണ്ട് ഒരിക്കലും ഇപ്പം അടുത്ത് ഇന്ത്യ വേണമെന്ന് ബോംബ് കണ്ടുപിടിച്ചാൽ അമേരിക്ക മറ്റേ ബോംബ് അവിടെ കൊണ്ടുപോകും. അത് ഈ അമേരിക്കനെ വിശ്വസിക്കരുത്. അമേരിക്ക ജെയിംസ് ബോണ്ടിനെ പോലെയാണ്. ഒരു പെങ്കൊച്ചിനെ കണ്ട ഒരേ ഒരു പൂവുണ്ടാവും, പിന്നീട് റിവോൾവർ ഉണ്ടാവും. ഇറാൻ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ അമേരിക്കയുടെ ഈ ഇടപെടൽ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കും എന്ന് എല്ലാവരും ഭയപ്പെടുന്ന ഈ ഒരു സമയത്ത് ഈ അമേരിക്കയുടെ സ്ഥിതി എന്താണ്? 2026 നമ്മൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞതുപോലെ അമേരിക്ക എങ്ങോട്ട് പോകും? അല്ല, അമേരിക്കയുടെ സ്ഥിതി കഷ്ടമാണ്. സാമ്പത്തികമായിട്ട് എപ്പോഴും അവരുടെ പൊതുകടം എപ്പോഴും അമേരിക്കയുടെ GDP-യേക്കാൾ കൂടുതലാണ്. പിന്നെ ഇപ്പോൾ അവരുടെ 60 ട്രില്യൺ മറ്റൊന്ന് തോന്നുന്നു അവരുടെ GDP. അതിൽ കൂടുതൽ അവർക്ക് കടമുണ്ട്. നമുക്കതിൽ അത്ര കടമില്ല എന്ന് വേണം പറയാം. പക്ഷെ അമേരിക്കയുടെ ഈ വേൾഡ് ബാങ്കിൻ്റെ ഒക്കെ റേറ്റിങ്ങിന് അമേരിക്കയുടെ A++, ആണ്, അല്ലെ A++, അങ്ങനത്തെ ആണ്. ഇന്ത്യയുടെ ഒക്കെ B+ മാറ്റേ ഉള്ളൂ. അതിന് കാരണം എന്ന് വെച്ചാൽ അമേരിക്കൻ ഡോളറാണ് ലോകത്തെ ഏറ്റവും മൂല്യവത്തായ കറൻസി. അതിന് കാരണം എന്താണ്? നിങ്ങൾക്ക് ഇപ്പോൾ ഓയിൽ മേടിക്കണമെങ്കിൽ ബേസിക്കലി അമേരിക്കൻ കറൻസി ഉപയോഗിക്കണം. അപ്പോൾ സൗദി അറേബ്യക്ക് അടുത്ത് ഇപ്പം മറ്റു കറൻസി ഉപയോഗിക്കാമെന്ന് പോകും. അപ്പോൾ അതൊക്കെ അവർക്ക് ക്ഷീണം ചെയ്യും. അപ്പോൾ അമേരിക്കൻ ഇക്കണോമി നിലനിൽക്കുന്നത് ഡോളറിൻ്റെ ശക്തി കൊണ്ടാണ്. അപ്പോൾ ഡോളറിൻ്റെ ശക്തി കുറയാൻ പാടില്ല. അങ്ങനെയാണ് അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്?
ഈ ഡോളർ ശക്തിപ്പെടുത്താൻ വേണ്ടിയിരുന്നു. അപ്പോൾ സൗദി അറേബ്യ ഉദറി മാറാൻ നോക്കിയ സമയത്ത് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ എന്ത് ചെയ്തു? പിന്നെയും പോയി കോംപ്രമൈസ് ചെയ്തു. ട്രംപിന് വിമാനം എന്തൊക്കെ മേടിച്ചു, ഞാൻ ഖത്തർ മേടിച്ചു കൊടുത്തു, കോംപ്രമൈസ് ചെയ്തു. ഇപ്പോൾ അടുത്ത് ഇറാനുമായി നടന്ന ടോക്കിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ ഡോളറിൽ കച്ചവടം നടത്തണമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്, അവിടെ വായിച്ചിട്ടുള്ളത്. അതാണ് മെയിൻ അവർക്ക് വേണ്ടത്, അവരുടെ ഡോളറിൽ കച്ചവടം നടത്തണം. അപ്പോൾ ആ ഇറാൻ ഓയിൽ ബിസിനസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ സേഫായി. അപ്പോൾ അമേരിക്കൻ കറൻസിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണിത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഞങ്ങൾ രണ്ടു കൂട്ടരുണ്ട്. ഞങ്ങൾ പ്രവാചകൻ്റെ കുടുംബത്തെ കൊന്നു കളഞ്ഞ ഞങ്ങൾ ഈ സുന്നി വിഭാഗം, പ്രവാചകൻ്റെ കുടുംബത്തിന് വേണ്ടി നിന്ന ഷിയ വിഭാഗം, രണ്ട് വിഭാഗമുണ്ട്. അപ്പം ഈ ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇറാൻകാർ. അവരെ സൗദി അറേബ്യ ഞങ്ങളൊക്കെ സുന്നികളാണ്. അപ്പം നമുക്കൊക്കെ അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ പോലും പൊതുവേ സുന്നികൾക്ക് ഷിയാക്കളോട് സ്നേഹമല്ല, അവർ മുസ്ലിങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല. സത്യത്തിൽ പ്രവാചകൻ്റെ കുടുംബത്തിൻ്റെ ചോര പുരണ്ട കൈകളാണ് ഈ കൈകളൊക്കെ. എന്ന് വെച്ചാൽ സുന്നി ഭാഗത്ത് നിൽക്കുന്ന ആളുകളെയാണ്, നമ്മൾ നേരിട്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഷിയാക്കൾ അങ്ങനെയല്ല, പ്രവാചകൻ്റെ കുടുംബത്തിന് വേണ്ടി നിന്നവരാണ്. അപ്പോൾ അവരെ ഇല്ലാതാക്കാന്നുള്ള സൗദിയുടെ ആവശ്യമാണ്. അതെല്ലാം ഒരുപാട് പൊളിറ്റിക്സ് അതിൻ്റെ നടുവ് കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ക്രൈസിസിനെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് ബാധിക്കും. കാരണം ഇന്ത്യ നമ്മൾ ഓയിൽ വൻതോതിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്, ഇറാനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ അറിയില്ല, പല കാറ്ററിംഗാനും ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മോഡിക്കെതിരെ തരംഗം വരും. മോഡിക്കെതിരെ തരംഗം വരാത്ത എന്തുകൊണ്ടാണ്? ആളുകൾ പട്ടിണി കിടക്കുന്നില്ല, ആളുകൾക്ക് വലിയ കഷ്ടപ്പാടൊന്നുമില്ല, കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. നടന്നു പോകുന്ന അവസാനം വരുമ്പോൾ മോഡിയല്ല പക്ഷെ ശ്രീകൃഷ്ണൻ വന്ന് ഭരിച്ചാൽ നിങ്ങൾ എതിരാവും. അതെ, ഇന്നൊരു പത്രത്തിലെ ഒരു ചിത്രം വളരെ അട്രാക്റ്റീവായിട്ട് രസകരമായിട്ട് തോന്നി. ഹോർമൂസ് കടലിടുക്ക് 10 ദിവസത്തേക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ കാലിലൂടെ ഒരു വെടിയുണ്ട കടന്നു പോകുന്നുണ്ട്. ട്രംപ് ചോദിക്കുന്നുണ്ട് നന്ദി എന്ന് ഇറാനോട് പറയുന്നുണ്ട്. ഈ ചിത്രമാണിന്ന് ഞാൻ കണ്ടത്. ഈ ഒരു ചിത്രത്തെ അടിസ്ഥാനമാക്കി ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയാമോ? അല്ല, ഇതിൻ്റെ കാര്യത്തിൽ ട്രംപ് ഒരു ഭ്രാന്തനാണെന്ന് നിങ്ങൾ തോന്നുന്നു. ഭ്രാന്തനൊന്നല്ല, അയാളെ കൊണ്ടുവന്നൊരു സിസ്റ്റമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അമേരിക്ക പ്രസിഡന്റ് ഒരു ഭ്രാന്തം വന്നിട്ട് അങ്ങ് മനസ്സിലാക്കി ജയിക്കാൻ പറ്റും? അതൊന്നും പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, അയാളെ കൊണ്ടുവന്നൊരു സിസ്റ്റമുണ്ട്. അത് അമേരിക്കയിലെ തീവ്ര റൈറ്റ് വിങ്ങും ഇവരെ ജൂത ലോബിയൊക്കെ തന്നെയാണ്. ഈ അമേരിക്ക ഇല്യൂമിനേറ്റി എന്ന് പറയുന്ന സാധനമാണ്. അവരതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുമ്പോൾ അവരാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അവർ വിചാരിക്കാത്ത ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് ആവില്ല. അവരുടെ താല്പര്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാൾ ഭ്രാന്തനായിട്ട് അഭിനയിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പിന്നെ ബോധവും ചെയ്യുന്ന അല്ല. അയാളെ നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്യണം അല്ല, അത് വളരെ തന്ത്രപരമായി ചെയ്യുന്നതാണ്. അപ്പം എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരെ തലയിടാം? അയാളെ തല ഭ്രാന്തനായിട്ടാണ് വിചാരിക്കുക എന്ന് പറയാം. പക്ഷേ അമേരിക്കൻ ജനതയും ട്രംപിനെതിരാണല്ലോ. 80% ആളുകൾ എതിരല്ലേ? 80% അയാൾക്കിപ്പം പിന്നെ വൻ ഭൂരിപക്ഷത്തോടു കൂടിയല്ലേ കഴിഞ്ഞ തവണ. പക്ഷെ ഇപ്പോഴത്തെ ഈ ഇടപെടലിലൊക്കെ ജനങ്ങൾക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുള്ള നമ്മൾ ചിന്തിക്കുന്നതാണ്. ഈ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ വിശ്വസിക്കരുത്. അവരങ്ങനെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലതും പറയും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് അമേരിക്കയിൽ ഈ സബ്പ്രൈം ക്രൈസിസ് വന്നാൽ വെള്ളക്കാരന് ജോലിയില്ലാതെ ഡിട്രോയ്സിലൊക്കെ കാർ ഫാക്ടറികളൊക്കെ പൂട്ടിപ്പോയി. ഓപ്പൽ എന്ന് പറഞ്ഞൊരു കാർ ഉണ്ടായിരുന്നു, അത് ആ കമ്പനി പൂട്ടി. ഹംവി വണ്ടികൾ നിർമ്മാണം ജനറൽ മോട്ടോഴ്സ് നിർത്തിവെച്ചു. പല ഒരുപാട് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഇപ്പം ജനറൽ മോട്ടോഴ്സ് ഇപ്പോൾ ഓപ്പൽ ഇപ്പം ഇലക്ട്രിക്കൽ വണ്ടിയായിട്ട് ഇടുന്നുണ്ടെന്ന് കേട്ടു. അപ്പം ഇങ്ങനെ വന്ന സമയത്ത് അമേരിക്കയിലെ വെള്ളക്കാരൻ ജോലി നഷ്ടപ്പെടാൻ കാരണം എന്താണ്? അതിന് ലിബറലിസമാണ്. ലിബറലിസത്തിൻ്റെ വക്താക്കളായിരുന്നു പിന്നെ ആരൊക്കെ? നമ്മളെ ക്ലിൻ്റൺ ആണെങ്കിലും ബുഷ് ആണെങ്കിലും ഒബാമയാണെങ്കിലും. അപ്പോൾ അത് മാറിയിട്ട് അമേരിക്ക ഫസ്റ്റ് വരണം, വെള്ളക്കാരൻ്റെ സുപ്രീമസി വരണം. അതിന് വേണം അമേരിക്കയുടെ ദേശീയ താല്പര്യങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരാൾ വേണം. അതാണ് ട്രംപ് വന്നത്. ഏതാ വന്നാലും എല്ലാം ഇസ്രായേലിൻ്റെ ആളുകളാണ്. ട്രംപ് വന്നാൽ മറ്റവൻ വന്നാലും. അപ്പോൾ ട്രംപിന് കിട്ടിയ ജനപിന്തുണ അതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ ഇവാഞ്ചലിസ്റ്റിൻ്റെ മോനാണ്, അവൻ അമേരിക്കയിലായിരുന്നു. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, ട്രംപ് എന്തെങ്ങനെ കൊള്ളാം? അമേരിക്കയ്ക്ക് നല്ലതാണ്. അതാണ് അതിൻ്റെ കാര്യം. അമേരിക്കയ്ക്ക് നല്ലതാണ്. നല്ലതല്ല അങ്ങനെ ഫീൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ലോകരാജ്യങ്ങൾക്ക് ഭീഷണിയാണെന്ന് തോന്നുന്നു. ലോകരാജ്യങ്ങൾ 3-ാം ലോക മഹായുദ്ധമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഹൃദയത്തിൽ ധരിക്കണം. 3-ാം ലോക മഹായുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ 3-ാം ലോക ചൈനയുടെ കയ്യിൽ എന്തൊക്കെ സാധനം ഉണ്ടാവും? അമേരിക്കനെക്കാട്ടും കൂടിയ സാധനം ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട്. രണ്ട് ഇന്ത്യയുടെ കയ്യിലുമുണ്ട്. 3-ാം ലോക മഹായുദ്ധം വന്നാലേ എല്ലാം മറ്റേ സാധനം, പ്രത്യേകിച്ച് മോഡിനെ പോലുള്ള ഈഗോ ഉള്ള ആളുകളാണ് ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മോഡി ആണെങ്കിലും ട്രംപ് ആണെങ്കിലും പിന്നെ ആരാണ് നെതന്യാഹു ആണ്, എല്ലാം ഈഗോയിസ്റ്റുകളാണ്. പിന്നെ പിണറായി വിജയനെ പോലെ ആക്കി കൊടുത്താൽ മതി, നല്ല ഈഗോയിസ്റ്റുകൾ അവരൊക്കെ. കൊറിയയിൽ ഇവന്മാരൊക്കെ സാധനം എടുത്ത് ഉപയോഗിച്ച് ഭൂമി ഉണ്ടാവില്ല. അപ്പോൾ ഈ ലോകം ഭരിക്കുന്ന എന്തുകൊണ്ടാണ് ഈ വെസ്റ്റ് ഏഷ്യയിൽ യുദ്ധം നടക്കുന്നത്? അമേരിക്ക യുദ്ധം നടക്കുന്നില്ലല്ലോ. ഈ യുദ്ധം നടത്തുന്നവർ അമേരിക്കയിൽ സേഫാണ്. അവരുടെ വീട്ടിൽ ബോംബ് വീഴുന്നവരെ അവർ ചെയ്യില്ല.
മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ബോംബ് വീഴും. അതുകൊണ്ട് അവരങ്ങോട്ട് കൊണ്ടുപോവില്ല. അവർ ഭാവി ചിലപ്പോൾ നടത്തും. അന്നത്തെ അവർ സ്പേസിൽ അടുത്ത സംഭവം ഒരുക്കും. സ്പേസിൽ താമസിക്കാനുള്ള അവതാർ ടൈപ്പ് സാധനം ഓൾറെഡി ഉണ്ടായി വരുന്നുണ്ട്. ഈ വെറുതെയാണോ സ്പേസ് എക്സ് ഒക്കെ ഇത്രയും റിസർച്ച് ചെയ്യുന്നത്? ആ, അതിനുവേണ്ടിയാണ് നമ്മളെ കൊണ്ടൊക്കെ ഈ മൊബൈൽ ഫോണൊക്കെ നമ്മളെ അഡിക്റ്റ് ആക്കി നമ്മളെ ഇന്നൊക്കെ പൈസ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതവർക്ക് വേണം. അപ്പം എല്ലാ റിസോഴ്സും മൊബൈലൈസ് ചെയ്തിട്ടാണ് അവർ സ്പേസ് മിഷൻ വളരെ എക്സ്പെൻസീവാണ്. അതിനവർ ജൂതന്മാർക്ക് അവിടെ താമസിക്കാൻ, ജൂതന്മാർക്ക് കുറച്ചല്ലേ ഉള്ളൂ, പരമാവധി ജൂതന്മാർക്കും കുറച്ച് ക്രിസ്ത്യാനിക്കും കുറച്ച് ബുദ്ധന്മാർക്കും കുറച്ച് ഹിന്ദുക്കൾക്കും ഇവരുടെ എലീറ്റ് ഗ്രൂപ്പ് ഉണ്ട്, കുറച്ച് മുസ്ലിംസിനും. അതിലെ ഇപ്പം ജോൺ വിക്ക് സിനിമയിലെ മെയിൻ ടേബിൾ എന്ന് പറയുന്നത് അതിൽ നമ്മൾ കാണുന്ന മെയിൻ ഫേസ് ആരാ? ഒരു അറബി സുൽത്താൻ്റെ ഫേസാണ്. അയാളാണ് ജോൺ വിക്ക് വെടിവെച്ച് കൊല്ലുന്നത്. അതാണ് മൂന്നാമത്തെ ഇതിലെ കഥ. അപ്പോൾ ഇവർ കുറച്ച് എലീറ്റ് ഉണ്ട്, അവരെല്ലാം ഒരു സ്പേസിലേക്ക് കൊണ്ടുപോകും. അതുവരെ അവർ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കില്ല, അത് കഴിഞ്ഞുണ്ടാക്കും. എന്തായാലും അലി സാറുമായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു ഉദാഹരണം പറയുന്നത് സിനിമയാണ്. സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ട മാധ്യമമാണല്ലേ. എല്ലാ സിനിമകളും വീക്ഷിക്കുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് ലോക സിനിമകൾ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സീരിയൽ കാണോ? അപ്പോൾ ഇതുപോലെയുള്ള രസകരമായ കാര്യങ്ങളും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഇനിയും ഞങ്ങളുടെ ഈ ഒരു പരമ്പര തുടരും. തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. നന്ദി സർ.